നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. ഇന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണ്. രാഷ്ട്രീയപരമായി പത്തനാപുരം മണ്ഡലം കോൺഗ്രസിനോട് അടുക്കുന്നു എന്നുള്ളത്. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് പത്തനാപുരം മണ്ഡലം എന്നുള്ളത്. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വോട്ടിംഗ് പാറ്റേൺ ഉണ്ടായിരുന്ന സ്ഥലമാണ് വെട്ടിക്കവലയും മേലിലെയും ഒക്കെ. അതൊക്കെ കൊട്ടാരക്കരയോട് ചേർന്ന് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമപഞ്ചായത്തുകളാണ്. ഈ ഗ്രാമപഞ്ചായത്തുകളിൽ അവിടെ കോൺഗ്രസിന് എന്നും ആവേശമുള്ള വോട്ടെണ്ണൽ നടക്കുന്ന സ്ഥലമാണ്. അവിടെ വോട്ടെണ്ണുമ്പോൾ കോൺഗ്രസ് എന്നും മുൻപന്തിയിലേക്ക് കുതിച്ചുയരാറുണ്ട്. ഇന്ന് നമുക്കറിയാം പത്തനാപുരം മണ്ഡലം മാറിയിരിക്കുന്നു. പത്തനാപുരത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. മിക്ക പഞ്ചായത്തുകളും ഭരിക്കുന്നത് 6 പഞ്ചായത്തുകൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ഒക്കെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു. ജില്ലാ പഞ്ചായത്തുകൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു. എന്തുകൊണ്ട്? കാരണം ഇതേ ഉള്ളൂ. പത്തനാപുരം നിയോജക മണ്ഡലം കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുകയാണ്. അതിന് കാരണമായിട്ടുള്ളത് ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ സ്ഥലമല്ല എങ്കിലും തോറ്റു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്നു. അവിടെ നിന്നുകൊണ്ട് തന്നെ KV ഗണേഷ് കുമാറിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ആ യുദ്ധത്തിന്റെ പരിസമാപ്തിയായിരുന്നു ഈ പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും ബ്ലോക്കും ഒക്കെ പിടിച്ച് അവിടെ ധാരാളം മെമ്പർമാരെയും പ്രസിഡന്റുമാരെയും സ്വപ്നം കാണാൻ പഠിപ്പിച്ച് അവരെ പാർട്ടിയോട് ഉള്ളവരാക്കി അവരെ ചേർത്ത് നിർത്തി. വലിയ മാറ്റമുണ്ടായി. ജനങ്ങൾ കോൺഗ്രസിനോടടുത്തു. ജനാധിപത്യം അവിടെ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കി. പാർട്ടിക്കുള്ളിലും അതോടൊപ്പം തന്നെ വളരെ വലിയ രീതിയിൽ പലർക്കും അസൂയാവഹമായ രീതിയിൽ പാർട്ടിയിലും പാർട്ടിക്ക് പുറത്തുമൊക്കെ അദ്ദേഹം ശക്തമായ രീതിയിൽ ജനങ്ങളെ കൂടെ നിർത്തി. അതിന്റെ പ്രതിഫലനമാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നും രാവിലെ നടക്കാൻ പോകുന്നത് ഇവിടുന്ന് സദാനന്ദപുരത്തേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ വീട് കഴിഞ്ഞ് ഏകദേശം 1/2 കിലോമീറ്ററിനകത്ത് മേലില പഞ്ചായത്ത്, തൊട്ടിപ്പുറത്ത് വെട്ടിക്കോല പഞ്ചായത്തും തുടങ്ങുകയാണ്. അവിടെയൊക്കെ പോകുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആവേശം. ബോർഡുകളും അതോടൊപ്പം തന്നെ ഫ്ലെക്സുകളോ പോസ്റ്ററോ വെച്ചുകൊണ്ടല്ല ഞാൻ അഭിപ്രായം പറയുന്നത്. ജനങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇനി ഗണേഷ് വേണ്ട. ഗണേഷ് 5 കൊല്ലം അടുപ്പിച്ചു ഭരിച്ച സ്ഥലമാണ്. 6ാമതൊരു ഊഴം അദ്ദേഹത്തിന് ഉണ്ടാവില്ല. ബാലകൃഷ്ണ പിള്ളയ്ക്കും അത്തരത്തിൽ തന്നെ പറ്റിയല്ലോ. അപ്പനും മകനും അതേപോലെ തന്നെയുള്ള ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വരും. ഒന്ന് വളരെ വ്യക്തമാണ്, ജ്യോതികുമാർ ചാമക്കാല അവിടുത്തെ MLA ആകാൻ പോകുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. സിൻഡിക്കേറ്റ് മെമ്പർ ആയിരിക്കുമ്പോഴും ഒക്കെ അദ്ദേഹത്തോടൊപ്പം വളരെ വലിയ രീതിയിൽ സൗഹൃദ ബന്ധം സ്ഥാപിക്കുവാനും ഇത്രയും കൊല്ലത്തെ എൻ്റെ കോളേജ് ജീവിതത്തിലൊക്കെ വലിയ രീതിയിൽ ഒരു പ്രവർത്തനത്തിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രധാന ഒരു ഭാഗമായി നിന്ന ജ്യോതികുമാർ ചാമക്കാല വലിയ വ്യത്യസ്തതയോടുകൂടി പ്രവർത്തന ശൈലിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വലിയ രീതിയിൽ അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. ജനങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തി. ആ ചേർത്ത് നിർത്തൽ ഇപ്രാവശ്യം അദ്ദേഹത്തെ MLA ആക്കി മാറ്റും. ഗണേഷ് കുമാറിന്റെ ലീലാവിലാസങ്ങളെ പറ്റിയൊന്നും എനിക്ക് അഭിപ്രായങ്ങളില്ല. അദ്ദേഹത്തെ പറ്റി അത്തരത്തിൽ ആക്ഷേപിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, ആ രീതിയിൽ പറയാൻ കഴിയാത്തത് കൊണ്ടുമല്ല, മറിച്ച് ഇത് ജനാധിപത്യ വ്യവസ്ഥിതിയിലുള്ള തെരഞ്ഞെടുപ്പാണ്. LDFും UDFും തമ്മിലുള്ള വിധിയെഴുത്താണ്. LDFിന്റെ സ്ഥാനാർത്ഥിയായി KV ഗണേഷ് കുമാർ മത്സരിക്കട്ടെ. എന്നാൽ ഇവിടെ UDFിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം പ്രവർത്തന മേഖലയിൽ അവിടുത്തെ പൊതുജനങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും കൂട്ടിയോജിപ്പിച്ചു. ശക്തമായ രീതിയിൽ തിരിച്ചുവരവ് നടത്തി. കഴിഞ്ഞ പ്രാവശ്യം തോറ്റെടുത്തു നിന്ന് ഇവിടെ അദ്ദേഹം ജയിപ്പിച്ചെടുക്കുകയാണ്. ഒരു നിയോജക മണ്ഡലം കോൺഗ്രസിനോടൊപ്പം ചേരുകയാണ്. നമ്മുടെ കിഴക്കിന്റെ പ്രദേശം ഇന്ന് കോൺഗ്രസിന്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. അദ്ദേഹത്തെ മാടി വിളിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ, പാർട്ടിക്കാരുടെ ആവേശം കാണുമ്പോൾ, പാർട്ടിക്കാർ ആവേശത്തോടെയുള്ള സംസാരം കേൾക്കുമ്പോൾ ഒന്നുറപ്പാണ്, പത്തനാപുരം കോൺഗ്രസ് ജയിക്കും. കോൺഗ്രസിനോടൊപ്പം ജ്യോതികുമാർ അവിടുത്തെ MLA ആകും. യാതൊരു മാറ്റവുമില്ല. നിങ്ങളുടെ അനുഗ്രഹ ആശംസകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകണം. മെയ് 4 റിസൾട്ട് വരുമ്പോഴും ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. നിങ്ങളോടൊപ്പം എന്നും അദ്ദേഹം ഉണ്ടാവും, ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട്. UDF അധികാരത്തിൽ വരുമ്പോൾ UDFിന്റെ MLA പത്തനാപുരത്തുനിന്ന് വരുമെന്നുള്ളതിൽ വളരെ സന്തോഷം. ജനങ്ങളുടെ ആർജവപരമായ പെരുമാറ്റവും അവരുടെ ആവേശപരമായ അദ്ദേഹത്തിന് കരിക്കത്തൊക്കെ കൊടുത്ത സ്വീകരണവും കാണുമ്പോൾ വളരെ സന്തോഷം. കോൺഗ്രസ് തിരിച്ചു വരിക തന്നെ ചെയ്യും.